ഇപ്പോൾ ത്രെഡ്സിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പോസ്റ്റ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം സ്കെഡ്യൂൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് എങ്ങനെ ത്രെഡ്സിൽ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സൈഡിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് സ്കെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമുക്ക് ഇഷ്ടമുള്ളത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അല്ല നമുക്ക് GIF ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടുത്തെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ എനിവൺ ക്യാൻ റിപ്ലൈ ആൻഡ് കോട്ട് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം എനിവൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിന് റിപ്ലൈയും കോട്ടും ചെയ്യാവുന്നതാണ്. അല്ല യുവർ ഫോളോവേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സിന് മാത്രമേ റിപ്ലൈയും കോട്ടും ചെയ്യാൻ പറ്റുള്ളൂ. അല്ല പ്രൊഫൈൽ യു ഫോളോ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ കോട്ടും റിപ്ലൈയും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെൻഷൻ ടൊള്ളിയും സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു ടൈം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ ടൈം ഉണ്ടാവും, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ താഴെ അപ്ഡേറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ത്രെഡ്സിൽ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള പോസ്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.